ശ്രീ പി കെ ഗോപൻ, ഒന്നാം പിണറായി സർക്കാരിന്റെ ഉദ്യമം നവോത്ഥാനം പ്രചരിപ്പിക്കലായിരുന്നു. രണ്ടാം പിണറായി സർക്കാരിന്റെ ലക്ഷ്യം ഇപ്പോൾ ഇതാ തത്വമസി പ്രചരിപ്പിക്കലായി. ഈ നവോത്ഥാനത്തിൽ നിന്ന് തത്വമസിയിലേക്കുള്ള ദൂരം എത്രയാണ്? നവോത്ഥാനം തുടർച്ചയായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയയാണ്. ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ തുടങ്ങി അവിടെ അവസാനിക്കുന്നതല്ല. ഓരോ കാലത്തും ഉയർന്നു വരുന്ന പ്രശ്നത്തെ അഡ്രസ്സ് ചെയ്യുക. അതായത് സമൂഹത്തിന് മുന്നോട്ട് പോകാൻ സാധ്യമല്ലാതിരിക്കുന്ന സമയത്ത് അത്തരം തടസ്സങ്ങളെ തട്ടിമാറ്റുന്നതിന് ഓരോ സമയത്തും അതിനാവശ്യമായ സ്ലോഗൻ വെച്ചുകൊണ്ട് മനുഷ്യരാശി മുന്നോട്ട് പോകാറുണ്ട്. യൂറോപ്യൻ റെനൈസൻസ് ആയാലും ഇന്ത്യൻ നവോത്ഥാനമായാലും എല്ലാം അതാണ് സൂചിപ്പിക്കുന്നത്. കേരളവും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് നവോത്ഥാനം അടഞ്ഞ അധ്യായമല്ല. ഇവിടെ ശബരിമല വിഷയമാണ് പ്രധാനമായിട്ട് ഉദ്ദേശിച്ചുകൊണ്ടാണ് ഈ നവോത്ഥാനം എന്നത് പറഞ്ഞതുകൊണ്ട് അതിൻ്റെ തുടർച്ചയായിട്ട് ഇദ്ദേഹം ചോദിച്ച തത്വമസി നവോത്ഥാനത്തിൻ്റെ ഒന്നും പ്രശ്നമല്ല അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ടുള്ളത്. സർക്കാരാണ് പറഞ്ഞത് തത്വമസി പ്രചരിപ്പിക്കാനാണ് ഈ ആഗോള അയ്യപ്പ സംഗമം നടത്തുന്നതെന്ന്. ഹൈക്കോടതിയിൽ നടത്തിയ സബ്മിഷനിലും അതാണ് പറയുന്നത്. ഞങ്ങൾ തത്വമസിയുടെ പ്രചാരണത്തിന് ശബരിമലയെ ആഗോള തലത്തിൽ അടയാളപ്പെടുത്തുന്നതിന് ഒരു അയ്യപ്പ സംഗമം നടത്തുന്നു എന്നുള്ളതാണ്. 2019 ഇതൊന്നും ആയിരുന്നില്ല നിലപാട്. തത്വമസി എന്നുള്ളത് അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ട അതിൻ്റെ സൈദ്ധാന്തിക അടിത്തറയാണ്. തത്വമസി എന്ന ആശയം പ്രചരിപ്പിക്കുന്നത് കൊണ്ടാണ് ശബരിമലയിൽ എല്ലാ ഭക്തർക്കും വരാൻ അവസരം ലഭിക്കുന്നത്. ഇനി ഭക്തിയില്ലാത്തവർക്ക് ശബരിമലയിൽ അതിൻ്റെ ഒരു ചരിത്ര പ്രാധാന്യം മനസ്സിലാക്കാൻ എത്തുന്നതിനും അത് തടസ്സമല്ല. തത്വമസി എന്ന് പറയുന്നത് നമ്മുടെ ഉപനിഷത്ത് വാക്യങ്ങൾ എടുത്ത് വളരെ ഫലപ്രദമായി ഉപയോഗിക്കുന്നതിൻ്റെ ഭാഗമാണ്. തത്വമസിയുടെ ആശയം എന്ന് പറഞ്ഞാൽ എല്ലാവരും ആരാധനയ്ക്കായിട്ട് സമീപിക്കുന്നത് ഏതെങ്കിലും ഒരു വിഗ്രഹത്തെയോ ഒരു ദൈവത്തെയോ സമീപിക്കാതെ തന്നെ അവരുടെ ഉള്ളിലാണ് ദൈവം എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയാണ് തത്വമസി എന്ന ആശയം. ശ്രീനാരായണ ഗുരു അത് കൃത്യമായി സൃഷ്ടിയും സൃഷ്ടിജാലവും സൃഷ്ടിക്കുള്ളത് സാമഗ്രിയും നീ ഒന്നു തന്നെ പൊന്നു തമ്പുരാനെ എന്ന് ദൈവദശകത്തിൽ പറയാനുള്ള കാരണം അതാണ്. തത്വമസി എന്ന ആശയം അതുകൊണ്ട് തന്നെ ആശയത്തിന്റെ സൈദ്ധാന്തിക അടിത്തറയോ അതിന്റെ മറ്റ് ആത്മീയമായ പ്രാധാന്യമോ ഒന്നും അല്ല നമ്മുടെ ചർച്ചാ വിഷയം. ഗവൺമെന്റിന്റെ സമീപനങ്ങളാണ്. ഇപ്പോൾ ഹൈക്കോടതിയിൽ നൽകിയ ഹർജിയിൽ തന്നെ ഹർജിക്കാർ ചോദിച്ചത് ഒരു സെക്യുലർ ഗവൺമെന്റിന് ആത്മീയ കാര്യങ്ങളിൽ എന്ത് റോൾ എന്നുള്ളതാണ്. ഒരു സെക്യുലർ ഗവൺമെന്റിന്റെ ഡ്യൂട്ടിയാണോ ഇത് എന്നുള്ള ചോദ്യം വന്നു. അപ്പോൾ സർക്കാരിനെ സംബന്ധിച്ച് പറയാനുള്ളത് ഞങ്ങൾ ഇതിന്റെ അഡ്മിനിസ്ട്രേറ്റീവായ കാര്യങ്ങൾ നോക്കുന്ന ആളുകളാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ്. ഒരു ഇലക്ഷൻ വരാൻ പോകുന്നത്, കേരളം നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ് അടുത്ത 8-9 മാസത്തിനകം. ഇപ്പോൾ ഈ ആത്മീയ പശ്ചാത്തലമുള്ള ഒരു സംഗമം സംഘടിപ്പിക്കുക വഴി എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ്. സർക്കാരിന്റെ സഹായത്തോടുകൂടി ദേവസ്വം ബോർഡ് നടത്തുന്ന ഈ സംഗമത്തിന്റെ പിന്നിലുള്ള യഥാർത്ഥ ഉദ്ദേശം എന്താണ് എന്നുള്ളതാണ് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം. ശബരിമലയിൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഉറപ്പാക്കാനും മാസ്റ്റർ പ്ലാനിന് അനുബന്ധമായ സൗകര്യങ്ങൾ ഉണ്ടാക്കാനും ഒക്കെ ഈ പറയുന്ന ഷോ ഡൌണിന്റെ ആവശ്യമില്ലല്ലോ. അല്ലല്ല, വളരെ കൃത്യമായി എത്രയോ ദിവസമായി ഇത് പറയുന്നു. ഇത് വെറും ഷോ അല്ല. ലോകത്തെങ്ങുമുള്ള അയ്യപ്പ ഭക്തരെ അവിടുത്തെ സൗകര്യങ്ങളെ സംബന്ധിച്ച് അവരുടെ അഭിപ്രായം തേടൽ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. 3000-ഓളം പേർ രാജ്യത്തിൻ്റെയും ലോകത്തിൻ്റെയും വിവിധ ഭാഗങ്ങളിൽ നിന്നായി വിളിച്ചു വരുത്തി അവർക്ക് എന്തൊക്കെ നിർദ്ദേശങ്ങളാണ് അവിടെ വയ്ക്കാനുള്ളത് എന്നതുൾപ്പെടെയുള്ള നമ്മൾ ഏതെല്ലാം വിഷയത്തിലാണ് കേരളത്തിൽ കേരള പഠന കോൺഗ്രസ്സുകൾ ഉൾപ്പെടെയുള്ള എന്തെല്ലാം കാര്യങ്ങൾ, അന്തർദേശീയ സെമിനാറുകൾ, ഇതെല്ലാം നമ്മൾ വെക്കാറുണ്ട്. മാധ്യമങ്ങളുടെ ലോകത്തെ സംബന്ധിച്ച് നമ്മൾ ചർച്ച നടത്താറുണ്ട്. കേരള വികസനത്തെക്കുറിച്ച് ചർച്ച നടത്താറുണ്ട്. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അന്താരാഷ്ട്ര തലത്തിലേക്ക് വളരുന്നതിൻ്റെ ഭാഗമായി ചർച്ച നടത്താറുണ്ട്. അതുകൊണ്ട് 50-60 ലക്ഷം ആളുകൾ വന്നു പോകുന്ന, അല്ലെങ്കിൽ കോടിക്കണക്കിന് ആളുകൾ ഒരു സീസണിൽ തന്നെ വന്നു പോകുന്ന, ഞാൻ പറഞ്ഞത് കോടിക്കണക്കിന് ആളുകൾ വന്നു പോകുന്ന ഒരു സ്ഥലത്ത് അത് ഒരു കാനന പ്രദേശമാണ്. സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെയും മറ്റു അനുവാദത്തോടുകൂടി സംസ്ഥാന ഹൈക്കോടതിയുടെയും സുപ്രീം കോടതിയുടെയൊക്കെ നിയന്ത്രണത്തിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥലത്ത് ഏത് ഡെവലപ്മെൻറ്റ്സ് നടത്തുമ്പോഴും അതൊരു സെൻസിറ്റീവായ ഏരിയ ആണ്. അപ്പോൾ അത്തരം ഒരു സ്ഥലത്ത് വികസന പ്രവർത്തനം നടത്തണം, കോടിക്കണക്കിന് ആളുകളെ ഉൾക്കൊള്ളണം, ഹൈജീനിക് ആയിരിക്കണം. ഇത്തരം കാര്യങ്ങളെല്ലാം ദേവസ്വം ബോർഡ് അതിൻ്റെ 75ാമത് വർഷത്തിൽ ലോകത്തെങ്ങുമുള്ള വിദഗ്ധരെയും അയ്യപ്പ ഭക്തരെയും വിളിച്ചു വരുത്തി നടത്തുന്ന ഒരു ചർച്ചയുടെ ഭാഗമായി ഒരുപാട് പുതിയ ആശയങ്ങൾ ഉയർന്നു വരും. ആ പുതിയ ആശയങ്ങളെ ദേവസ്വം ബോർഡും കേരള സർക്കാരും സർവാത്മന സ്വീകരിക്കും.
അതിൽ സ്വീകരിക്കേണ്ടവയെ അല്ലെങ്കിൽ കൊള്ളേണ്ടവയെ പൂർണ്ണമായി കൊണ്ടുകൊണ്ട് തള്ളേണ്ടവയെ തള്ളി എല്ലാവരുടെയും സമന്വയിപ്പിച്ചുകൊണ്ട് ഒരു വലിയ വേദിയാക്കി അതിനെ മാറ്റുക എന്നുള്ള ടാർഗറ്റാണ് സർക്കാരിൻ്റെ എത്രയോ കൃത്യമായി സർക്കാർ അത് വിശദീകരിച്ചു. അവിടെ എടുത്ത് നമ്മൾ ഈ സ്ഥാനത്തും അസ്ഥാനത്തും തത്വമസിയെയും അതല്ലെങ്കിൽ സ്ഥാനത്തും അസ്ഥാനത്തും നവോത്ഥാനത്തെ എടുത്ത് പ്രയോഗിക്കാതെ തത്വമസി എന്നുള്ളത് അതിൻ്റെ അന്തർധാരയായി പ്രവർത്തിക്കുന്ന കാര്യമാണ്. ഡെവലപ്മെന്റ് ആണ് അതിന്റെ പ്രധാനപ്പെട്ട ടാർഗറ്റ്. ആ ഡെവലപ്മെന്റ് വേണ്ടിയാണ് തത്വമസി ഏതൊക്കെ ഘട്ടങ്ങളിൽ പ്രയോഗിക്കണം പ്രയോഗിക്കരുത് എന്ന് ഞാനായിട്ട് പറഞ്ഞ വാചകമല്ല, അത് മന്ത്രി പറഞ്ഞതും പിന്നീട് ഹൈക്കോടതിയിൽ ആവർത്തിക്കപ്പെട്ടതുമായിട്ടുള്ള നിലപാടാണ്. ഞാൻ അങ്ങയിലേക്ക് വരാം.